എന്നെ പഠിപ്പിക്കുന്ന സാർ ഒരു മീൻകാരനായാൽ ആ മീൻ നല്ല പിടയ്ക്കുന്ന മീൻ മത്തി അയില കേരാവറ്റ മത്തി അയില കേരാവറ്റ. ചേട്ടാ മീൻ ഏതൊക്കെ ഉണ്ട്? എടാ അതല്ലയോടാ ഞാൻ ഇത്ര നേരം തൊണ്ട കീറിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ പറയുമ്പോൾ എവിടെ ശ്രദ്ധിച്ചിരിക്കുവോ? എവിടെയും ബുക്ക് എടുത്തല്ലേ എഴുതി വെക്കത്? ആ മത്തി അയില കേരാവറ്റ മത്തി അയില കേരാവറ്റ. ചേട്ടാ 1 കിലോ അയില വേണമായിരുന്നു. 1 കിലോ അയില അല്ലയോ? ആ ചേട്ടൻ ഇന്നലെ ഇവിടുന്ന് മീൻ വാങ്ങിച്ചില്ലായിരുന്നോ? ആ ഏത് മീനാണ് വാങ്ങിച്ചേ? ചാള ആന്ന് തോന്നുന്നു, മത്തിയാന്ന് തോന്നുന്നു. ചാളയാന്ന് തോന്നുന്നു, മത്തിയാന്ന് തോന്നുന്നു. എത്ര കിലോ വാങ്ങിച്ചു? അയ്യോ അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ. നാളെ വരുമ്പോഴേ ഒരു 50 തൊട്ട് എംബോസ് എഴുതി കൊണ്ടുപോയി. മത്തി അയില കേരാവറ്റ ഇവിടെ നിൽക്കുവാണെങ്കിൽ സംസാരിക്കാൻ നിൽക്കണം. സംസാരിക്കാനാണെങ്കിൽ പുറത്തു പോവാം. ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. ഇവിടെ നിൽക്കുവാണെങ്കിൽ സംസാരിക്കാൻ നിൽക്കണം. സംസാരിക്കാനാണെങ്കിൽ ഇവിടെ നിൽക്കണ്ട. ഇവിടെ നിൽക്കുവാണെങ്കിൽ മിണ്ടായിരിക്കണം. ആ മത്തി അയില കേരാവറ്റ മത്തി. ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു കാര്യം ചെയ്യും ചേട്ടൻ ഇവിടെ ഒന്ന് പറയാമോ? ഇവിടെ ഒന്ന് പറയാമോ? ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ചേട്ടാ? ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. ആ മത്തി അയില കേരാവറ്റ മീൻ കേടാ കേട്ടോ. മീൻ കേടായല്ലേ? ഒരു കാര്യം ചെയ്യും, നാളെ വരുമ്പം അച്ഛനെ വിളിച്ചോണ്ട് പോവാം. ഞാൻ മാറ്റി തരാം, വേറെ മീൻ തരാം. അച്ഛനെ വിളിച്ചോണ്ട് പോവാം. ആ മത്തി അയില കേരാവറ്റ മത്തി അയില. അതെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നിൽക്കുന്നവരെല്ലാം ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടണം. നാളെ ഞാൻ വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ എത്ര കിലോ മീൻ വാങ്ങിച്ചെന്ന് ഞാൻ ചോദിക്കും. ഇത് പറഞ്ഞില്ലെങ്കിൽ 100 വട്ടം ഞാൻ എഴുതിപ്പിക്കും. 100 വട്ടം അത് എഴുതിയിട്ടേ പിന്നെ നിങ്ങളോട് നിൽക്കത്തുള്ളൂ. ഉള്ള കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവിടെ സംസാരിച്ചു നിന്നിട്ട് ഞാനിവിടെ പറയുന്നതൊക്കെ കൃത്യമായിട്ട് കേൾക്കണം. ഞാനതുപോലെ ഈ ഓരോ വട്ടം എത്ര വട്ടം പറഞ്ഞെന്നും ഞാൻ ചോദിക്കും. അത് മാത്രമല്ല, കേടായ മീൻ ആരെങ്കിലും മീൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കേടാണെങ്കിൽ അച്ഛനെയും അമ്മയും 2 പേരെയും വിളിച്ചുകൊണ്ട് വരണം. എന്നാലേ ഞാൻ പുതിയ മീൻ മാറ്റി തരത്തുള്ളൂ. അല്ല ഇവിടെ വന്നിരുന്ന് മീൻ കേടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ നോക്കി കണ്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം. ശ്രദ്ധിക്കാതെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയിട്ട് കറി വെച്ച് കഴിച്ചിട്ട് കേടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അച്ഛനും അമ്മയും 2 പേരും വന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ മീൻ മാറ്റി തരത്തുള്ളൂ. കേട്ടല്ലോ?